നല്ല പാഠങ്ങൾ പകർന്നു നൽകി 32 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം പ്രധാന അധ്യാപകൻ NS സന്തോഷ് ബാബു പടിയിറങ്ങി. പാഠ്യേതര മേഖലകളിൽ കുട്ടികളുടെ വളർച്ചയ്ക്കായി നവീനമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ വിജയകരമായി നടപ്പാക്കുകയും ചെയ്തതിൻ്റെ ചാരിതാർത്ഥ്യവുമായാണ് ആലത്തൂർ ALP സ്കൂൾ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു വെള്ളിയാഴ്ച വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങിയത്. സൈക്കോതെറാപ്പിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഈ അധ്യാപകൻ നീണ്ട 32 വർഷത്തെ സേവനത്തിലൂടെ അക്കാദമിക മികവിനൊപ്പം ജീവിത നൈപുണ്യങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കാനാണ് പരിശ്രമിച്ചത്. കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ആലത്തൂർ ALP സ്കൂളിൽ നടപ്പിലാക്കിയ കമാൻഡോ കിഡ്സ് പദ്ധതി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. സംസ്ഥാനത്തെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടപ്പിലാക്കിയ ഏക വിദ്യാലയം എന്ന ബഹുമതി ആലത്തൂർ ALP സ്കൂളിന് നേടിക്കൊടുത്തതിൽ സന്തോഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും PTAയും ചേർന്നാണ്. കമാൻഡോ കിഡ്സിന്റെ പരിശീലനത്തിനായി വിദ്യാലയത്തിൽ റൈഡിംഗ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. 32 വർഷമായിട്ട് ഈ വിദ്യാലയത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഗ്രാമമായിട്ടുള്ളൊരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നടക്കാത്ത വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കൊണ്ടുവരികയും കുട്ടികളിൽ അത് നടപ്പിലാക്കുകയും രക്ഷിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് പരിശീലന പദ്ധതികൾ, പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ പരിശീലന പദ്ധതികൾ, ഒരു വർഷത്തിൽ രക്ഷിതാക്കൾക്ക് തന്നെ 5 ട്രെയിനിങ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ 32 വർഷത്തിൽ ഞാൻ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങളെ കുറേ കൂടി വിപുലമാക്കാനും സ്കൂളിനെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചുള്ള മോഡേൺ സൈക്കോളജി എന്താണോ പറയുന്നത് അതനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള പരിശീലനം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ലൈഫ് സ്കിൽ പരിശീലനം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളിൽ പാരിസ്ഥിതികാവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് സന്തോഷ് മാസ്റ്റർ ആവിഷ്കരിച്ച മറ്റൊരു പദ്ധതിയായ വിദ്യാവനവും ഏറെ ശ്രദ്ധേയമാണ്. വനത്തിൽ മാത്രം കാണപ്പെടുന്ന 320ഓളം മരങ്ങൾ വിദ്യാവനത്തിലുണ്ട്. വനം വകുപ്പിന്റെ സഹകരണത്തോടെ സജ്ജമാക്കിയ വിദ്യാവനത്തിൽ ഓരോ വനത്തിനെയും കുറിച്ചും വിശദ വിവരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള QR കോഡും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തും കുട്ടികളിലും രക്ഷിതാക്കളിലുമുണ്ടായ ഭീതി, മാനസിക പിരിമുറുക്കം എന്നിവ അകറ്റുന്നതിനായി വിവിധയിടങ്ങളിൽ ക്ലാസുകൾ നയിക്കാനും സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയായ സന്തോഷ് ബാബു നിയോഗിക്കപ്പെട്ടിരുന്നു. കേരള പോലീസ് അക്കാദമിയിലെ ഫാക്കൽറ്റി അംഗമായ സന്തോഷ് ബാബു വനം വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും പരിശീലന ക്ലാസുകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരു അധ്യാപന ജീവിതത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ അതീവ ചാരിതാർത്ഥ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുന്നത്.